ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. ബൈക്ക് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരന്റെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവൻ നൽകും. കണ്ണൂർ സ്വദേശി അർജുന്റെ അവയവങ്ങളാണ് ഇത്തരത്തിൽ ദാനം ചെയ്യുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അർജുന മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഹൃദയം നാളെ രാവിലെ എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കാണ് കൈമാറുക. വൃക്കകൾ കണ്ണൂർ ആസ്റ്റർ മിംസിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലുള്ള രോഗികൾക്കാണ് നൽകുക. സ്വാതന സാജു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സ്വാതന പറഞ്ഞു. ഈ മാസം 28-നാണ് കണ്ണൂർ സ്വദേശിയായ 23 വയസ്സുകാരൻ അർജുൻ ബൈക്ക് അപകടത്തെ തുടർന്ന് അർജുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിലാണ് അർജുൻ ചികിത്സയിൽ കഴിഞ്ഞത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കുടുംബത്തെ അറിയിക്കുന്നത്. അങ്ങനെ കുടുംബം തന്നെയാണ് അവയവദാനം നടത്താം എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിലൂടെ 23 വയസ്സുകാരന്റെ അവയവം ദാനം ചെയ്യുന്നതിലൂടെ 4 പേർക്കാണ് പുതുതായി ജീവൻ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഷിയാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരളടക്കമുള്ള അവയവങ്ങളാണ് മാറ്റിവെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നാളെ നടക്കാനിരിക്കുന്നത് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. ഈ ഹൃദയം നൽകുന്നത് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 48 വയസ്സുള്ള മലപ്പുറം സ്വദേശിക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ രാവിലെ ഏതാണ്ടൊരു 7 മണിയോടുകൂടി തന്നെ ഈ ഹൃദയം കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് വഴി എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്നായിരിക്കും ഈ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലായിരിക്കും ഈ ശസ്ത്രക്രിയ നടക്കുക. അവിടെയാണ് ഈ 48 വയസ്സുള്ള ഹൃദയം സ്വീകരിക്കുന്ന മലപ്പുറം സ്വദേശി ചികിത്സയിൽ കഴിയുന്നത്. അവിടെ എത്തിയായിരിക്കും നാളെ രാവിലെ ഏതാണ്ടൊരു 7 മണിയോടുകൂടി തന്നെ കണ്ണൂരിൽ നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് കേസോട്ടോ അധികൃതരിൽ നിന്നും അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുക. ഒരു വൃക്ക കണ്ണൂർ ആസ്റ്റർ മെഡിസിറ്റിയിലും മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും നൽകുവാൻ വേണ്ടിയുമാണ് നിലവിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ശരി, സ്വാതന സാജുവാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.